നമസ്കാരം. കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പകർത്തുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിലെ ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലുള്ള രാജ രവിവർമ്മ ആർട്ട് ഗാലറിയിലെ കാഴ്ചകളാണ്. സൂവിലേക്ക് പോകുന്ന മെയിൻ കവാടത്തിലൂടെയാണ് ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലേക്ക് പോകേണ്ടത്. കേരള സർക്കാരിൻ്റെ 100 ദിവസ പദ്ധതിയുടെ ഭാഗമായി 2020 നവംബർ 2 അന്നത്തെ മ്യൂസിയം മന്ത്രിയായിരുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജ രവിവർമ്മ ആർട്ട് ഗാലറി നിർമ്മാണോദ്ഘാടനം ചെയ്തു. തുടർന്ന് 2023 സെപ്റ്റംബർ 25 കേരള മ്യൂസിയം മന്ത്രിയായ ശ്രീ അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജ രവിവർമ്മ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്തു. ഏഴുമാവിൽ ശ്രീ നീലകണ്ഠ ഭട്ടതിരിയുടെയും പത്നിയായ കിളിമാനൂർ കോവിലകത്തെ ശ്രീ ഉമ അംബാബായിയുടെയും മൂത്ത പുത്രനാണ് ശ്രീ രവിവർമ്മ. രണ്ടാമത്തെ പുത്രൻ ഗോദവർമ്മ, മൂന്നാമത്തെ പുത്രൻ ശ്രീ രാജരാജവർമ്മ, ഒടുവിലത്തെ പുത്രി മംഗളാബായി തമ്പുരാട്ടി. രവിവർമ്മയുടെ പത്നി മഹാപ്രഭ തമ്പുരാട്ടിയാണ്. രവിവർമ്മ ബാലനായിരുന്നപ്പോൾ കിളിമാനൂർ കോവിലകത്തിൻ്റെ ചുവരുകളിൽ കരിക്കട്ടയും മൺകട്ടയും പച്ചിലകളും കൊണ്ട് ചിത്രം വരയ്ക്കുവാൻ പ്രേരകമായത് രവിവർമ്മയുടെ മാതൃ സഹോദരനായ മാതുലൻ രാജരാജവർമ്മയുടെ ചിത്രരചനകൾ കാണുവാൻ ഇടയായതിനാലാണ്. ശ്രീ മാതുലൻ രാജരാജവർമ്മ ചിത്രമെഴുത്ത് വിദഗ്ധനും തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആസ്ഥാന ചിത്രകാരനുമായിരുന്നു. ചിത്രകലയുടെ ബാലപാഠങ്ങൾ രവിവർമ്മയ്ക്ക് പകർന്നു നൽകിയത് മാതുലൻ രാജരാജവർമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയായ രോഹിണിബായി തമ്പുരാട്ടിയിൽ നിന്നാണ് രാജരാജവർമ്മ ചിത്രകല അഭ്യസിച്ചത്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കൽപ്പനപ്രകാരമാണ് മാതുലൻ രാജരാജവർമ്മയോടൊപ്പം രവിവർമ്മ രാജ്യതലസ്ഥാനമായ തിരുവനന്തപുരത്തെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. ചിത്രകലാ തൽപരനായ രവിവർമ്മയ്ക്ക് താമസിച്ച് ചിത്രകലാ പഠനം നടത്തുന്നതിന് ശ്രീപാദം കൊട്ടാരം അനുവദിച്ചു നൽകുകയും പത്മനാഭസ്വാമി ക്ഷേത്ര ചുമരുകളിലെ ചുമർചിത്രങ്ങളും കൊട്ടാരം ദർബാർ ഹാളിലെ യൂറോപ്യൻ കലാകാരന്മാർ രചിച്ച ചിത്രങ്ങളും നോക്കിക്കാണാനുള്ള അവസരവും നൽകുകയുണ്ടായി. ശ്രീ ആയില്യം തിരുനാളിൻ്റെ കാലശേഷം ഭരണത്തിലെത്തിയ ശ്രീ വിശാഖം തിരുനാളിൻ്റെ അനിഷ്ടം മൂലം രവിവർമ്മയ്ക്ക് ശ്രീപാദം കൊട്ടാരത്തിലെ വാസം അവസാനിപ്പിക്കേണ്ടതായി വന്നു. 1878 രവിവർമ്മ ആദ്യമായി മദ്രാസ് സന്ദർശിക്കുന്നത്. അന്ന് അദ്ദേഹം പ്രേമലേഖനം എഴുതുന്ന ശകുന്തള എന്ന പ്രസിദ്ധമായ ചിത്രം പ്രദർശനത്തിന് വെച്ചു. അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന അഖില ലോക ചിത്ര പ്രദർശന മത്സരത്തിൽ പ്രദർശനത്തിനായി മലബാർ മനോഹരി, അച്ഛൻ അതാ വരുന്നു, മുസ്ലിം വനിതയുടെ സ്നാനം, വധുവിവാഹവേദിയിലേക്ക്, ദക്ഷിണ ഭാരതത്തിലെ കുറവർ, സോദരി സ്മരണ, കിണറ്റിൻകരയിൽ, ബോംബെയിലെ സംഗീതക്കാരി, പ്രതീക്ഷ, നിരാശാജനകമായ വാർത്ത എന്നിങ്ങനെ 10 ചിത്രങ്ങൾ ചിക്കാഗോയിൽ പ്രദർശിപ്പിച്ചു. ബറോഡ രാജാവിന് സമർപ്പിക്കാനായി കിളിമാനൂരിലെ സ്റ്റുഡിയോയിൽ ഇരുന്ന് വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രത്യേക പ്രദർശനം തിരുവനന്തപുരം ശില്പകലാ മ്യൂസിയത്തിൽ തൻ്റെ നാട്ടിലെ ജനങ്ങൾക്കായി സംഘടിപ്പിച്ചു. ബഹളമയമായ കുടുംബാന്തരീക്ഷം തൻ്റെ സർഗാത്മകതയെ ബാധിക്കുമെന്നതിനാൽ ചിത്രരചനയ്ക്കായി കിളിമാനൂരിലെ കോവിലകത്ത് ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചു. പിന്നീട് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് തൻ്റെ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത്. ഇതിഹാസ കാവ്യങ്ങളിലെയും പുരാണങ്ങളിലെയും സന്ദർഭങ്ങൾ മാത്രമായിരുന്നില്ല രവിവർമ്മയുടെ ചിത്രങ്ങളുടെ പ്രമേയങ്ങൾ. സാമൂഹിക വിഷയങ്ങളും മനുഷ്യദുഃഖങ്ങളും അവസ്ഥകളും അദ്ദേഹം ചിത്രങ്ങൾക്ക് പ്രമേയമാക്കിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ജിപ്സീസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നത്. തെരുവ് ഗായകർ എന്ന പേരിലും ഈ ചിത്രം അറിയപ്പെട്ടു. മദിരാശിയിൽ ഗവർണർ ഹോബർട്ട് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയ ചിത്ര പ്രദർശന മത്സരത്തിൽ മുല്ലപ്പൂ ചൂടിയ വനിത 1ാം സ്ഥാനം കരസ്ഥമാക്കി. യൂറോപ്പിലെ വിയറ്റ്നയിൽ നടന്ന അഖില ലോക ചിത്ര പ്രദർശന മത്സരത്തിലും രവിവർമ്മ വരച്ച മുല്ലപ്പൂ ചൂടിയ വനിത എന്ന ചിത്രം 1ാം സ്ഥാനം നേടി. മദിരാശി കലാപ്രദർശനത്തിൽ തമ്പുരു മീട്ടിപ്പാടുന്ന തമിഴ് വനിത എന്ന രവിവർമ്മ ചിത്രം 1ാം സ്ഥാനമായ സുവർണ മുദ്ര കരസ്ഥമാക്കി. ശ്രീ രവിവർമ്മയ്ക്ക് ചിത്രരചനയ്ക്കുള്ള ആദ്യ പ്രതിഫലം കോഴിക്കോട് സബ് ജഡ്ജിയായിരുന്ന കിഴക്കേ പാലാട്ട് കൃഷ്ണമേനോൻ്റെ കയ്യിൽ നിന്നും ലഭിച്ചു. 1906 ഒക്ടോബർ 2 ശ്രീ രവിവർമ്മ ഇഹലോകവാസം വെടിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.